പ്ലാൻ ഹെൽത്ത് ക്ലിനിക് ബൈ ഹബീബ് റഹ്മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് പയറിനെ കുറിച്ചിട്ടാണ്. പയറിൽ സാധാരണ കാണുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. പല ആളുകളും കൃഷിഭവനിൽ വന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്, പയർ കൃഷി ചെയ്തിട്ടുണ്ട്, അത് നിറച്ച് ചാഴിയാണെന്ന്. കാണുന്നുണ്ടാകുമെന്ന് കരുതുന്നു. ഇവ ഇലകളിലും അതുപോലെ പൂങ്കുലകളിലും പൂവുകളിലും കായകളിലുമെല്ലാം കാണുന്നുണ്ടാകും. ഇത് കായയിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കായയുടെ വലുപ്പം കുറയുക, അതുപോലെ കായക്കൊരു രൂപമാറ്റം സംഭവിക്കുക, അതുപോലെ ഇലകളിലാണെങ്കിൽ ഇലക്ക് നീട്ടി കുടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ചുരുളിച്ച സംഭവിക്കുക, മഞ്ഞളിപ്പ് സംഭവിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഇതുമൂലം കാണാൻ കഴിയുന്നത്. പൂവ് കാറ് തിന്നുന്നത് മൂലം വിരിയാൻ പ്രയാസമുണ്ടാവുകയും ചിലപ്പോൾ കൊഴിഞ്ഞ് വീഴുകയും വരെ ചെയ്യാറുണ്ട്. ഇവ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കറുത്ത ചെറിയ ഉറുമ്പുകൾ കൂടെ ഇതിനോടൊപ്പം കാണപ്പെടും. ഇവ ഇതിനെ കൊണ്ടുപോയി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കഴിയുന്നത്. ഉറുമ്പുകൾ ഇവയെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരു പരസ്പര ഒരു സഹകരണത്തോടു കൂടി ജീവിക്കുന്ന രണ്ടെണ്ണമാണ് ഈ പറയപ്പെടുന്ന ഏഫിഡ്സും അതുപോലെ ഉറുമ്പുകളും. ഒരുപക്ഷെ ഇത് ഒരുപാട് ദിവസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്. നമ്മൾ ഒരു ദിവസവും വന്ന് നോക്കാതിരുന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ എണ്ണം ഗണ്യമായി കൂടാൻ സാധ്യതയുണ്ട്. ദിവസവും വരുന്ന സമയത്ത്, നനക്കാൻ വരുന്ന സമയത്തോ അല്ലാത്ത സന്ദർഭങ്ങളിലോ കാണുന്ന സമയത്ത് അവയെ കൈകൊണ്ടൊന്ന് എടുത്ത് കളയുക. ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം വീട്ടിൽ ചെയ്യാവുന്നതാണ്. കാണുന്ന സമയത്ത് അവയെ അതിൽ നിന്ന് ഒഴിവാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിലൊന്നും കാണുന്നില്ല. ഈ ഒരു രീതിയാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. വീട്ടിൽ ചെയ്യുന്ന കൃഷിക്കാണ് പറയുന്നത്. കാണുന്ന സന്ദർഭങ്ങളിൽ തന്നെ അവയെ എന്ത് ചെയ്യുക, അതിൽ നിന്ന് കൈകൊണ്ട് എടുത്ത് കളയുക. കാരണം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ഏതിലുണ്ടാവുകയുള്ളൂ, നമ്മുടെ പയർ ചെടിയിൽ കാണപ്പെടുകയുള്ളൂ തുടക്കത്തിൽ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്താണ് ഇവ കൂടിയിട്ട് ഒരുപാട് എണ്ണമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും ചെയ്യാവുന്ന മാർഗം അവയെ കൈകൊണ്ട് കളയുക. കൈകൊണ്ട് കളയുമ്പോൾ നമ്മൾ താഴെ വീണ വീണ്ടും അവ വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കുക. ഉദാഹരണമായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഗോമൂത്ര കാന്താരി മുളക് മിശ്രിതം അടിച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ വേപ്പിൻ കുരു സത്ത്, പുകയില കഷായം, ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കുന്നതോടുകൂടി ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അതുപോലെ തന്നെ ഈ ഏഫിഡ്സിനെതിരെ ചെയ്യുന്ന മറ്റൊരു നിയന്ത്രണ മാർഗമാണ് പുളിയുറുമ്പിനെ ഇതിലേക്ക് കയറ്റി വിടാറുണ്ട്. പുളിയുറുമ്പ് ഇവയെ നശിപ്പിക്കുന്നുണ്ട്.
പുളിയുറുമ്പിനെ കയറ്റി വിടുന്നത് മൂലവും നമുക്ക് ഈ പറഞ്ഞ ഫിഡ്സിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അതുപോലെ നിങ്ങൾക്ക് ജൈവ ആയിട്ട് ഉപയോഗിക്കാവുന്ന നമ്മുടെ വെർട്ടിസീലിയം അല്ലെങ്കിൽ ബ്യുവേറിയ മിത്രമായിട്ടുള്ള ജൈവ കീടനാശിനിയാണ് ഏത് വെർട്ടിസീലിയം അല്ലെങ്കിൽ ബുവേറിയ. അതും നമുക്ക് ഇവയിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അവ നീരുറ്റി കുടിക്കുന്നത് വേറെ ഒരു ഏതെങ്കിലും ചെടിയിൽ നിന്ന് വന്നതാവാം, അല്ലെങ്കിൽ വൈറസിൻ്റെ വാഹകരായി പ്രവർത്തിക്കാറുണ്ട്. ഈ ആഫിഡ്സാണ് ചില സമയത്ത് നമ്മുടെ പയർ ചെടിയിൽ വൈറസിനെ കൊണ്ടുവന്ന് വെക്കാൻ കാരണക്കാരൻ ഒരു പക്ഷേ ഈ പറഞ്ഞ ആഫിഡ്സ് ആവാം. ഇതാണ് യഥാർത്ഥ ചാഴി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഈ കാണപ്പെടുന്നത് ആഫിഡ്സ് ആണ്. മലയാളത്തിൽ പല രീതിയിൽ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. കറുത്ത നീരുറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികൾ, ഇതാണ് ആഫിഡ്സ്. അപ്പോൾ പയറിൽ കാണപ്പെടുന്ന ചാഴിയും അതുപോലെ ആഫിഡ്സും എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ കാണപ്പെടുന്ന ആഫിഡ്സിനെ നിയന്ത്രിക്കുന്നതിന് ഞാൻ കാണിച്ചു തന്ന മാർഗം, അതായത് കാണുന്ന സമയത്ത് 1-2 എണ്ണമേ ഉണ്ടാകുകയുള്ളൂ, അതിനെ കൈകൊണ്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ ശക്തിയായി വെള്ളം ചീറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഗോമൂത്ര കാന്താരി മുളക്, വേപ്പെണ്ണ, വെളുത്തുള്ളി എമൽഷൻ, പുകയില കഷായം, നാറ്റപ്പൂച്ചിരി എമൽഷൻ, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ വേറൊന്ന്, കൂടുതൽ കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്യാൻ പ്രായോഗികമായി എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രാസകീടനാശിനി ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് റോഗർ, ഡൈമെത്തോയേറ്റ് എന്ന് പറയപ്പെടുന്ന റോഗർ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഇമിഡാക്ലോപ്രിഡ്, അസെറ്റാഫ് പോലെയുള്ള ഏതെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ചും ഇവയെ നിയന്ത്രിക്കാം. ഈ ആഫിഡ്സ് ഒരു വൈറസിൻ്റെ വെക്ടറാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആരോഗ്യമുള്ള ഒരു ചെടിയിൽ ഇവ വന്ന് നീട്ടി കുടിക്കുന്നത് കാരണം ഇലകളും പൂക്കളിലും ഉണ്ടാകുന്ന രൂപവ്യത്യാസവും കായകളുണ്ടാകുന്ന രൂപവ്യത്യാസവും, അതിന് പുറമെ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞു, വൈറസിനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് എന്ന്. വൈറസിനെ വഹിച്ചു കൊണ്ടുപോകാൻ കാരണക്കാരൻ ഒരു പക്ഷേ ഈ പറഞ്ഞ ആഫിഡ്സ് ആവും. അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ നിയന്ത്രണ മാർഗ്ഗങ്ങളെല്ലാം സ്വീകരിക്കുക. ഇനി പയറിൽ കാണപ്പെടുന്ന ഈ ചെറിയ കറുത്ത നിറത്തിലുള്ള നീരുറ്റി കുടിക്കുന്ന പ്രാണിക്ക് പറയുന്ന പേരാണ് ആഫിഡ്സ് എന്ന് പറയപ്പെടുന്നത്. വലിയ കാലുകളുള്ള കണ്ടതാണ് പോഡ് ബഗ്, അതായത് ചാഴി എന്ന് പറയപ്പെടുന്നത്. രണ്ടും തിരിച്ചറിയാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇനിയും നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ അടുക്കള തോട്ടത്തിലും ചെയ്യുന്ന കൃഷിയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. Peace.